പറ്റി മിങ്കു? എന്താണ് നീ ആലോചിക്കുന്നത്? നിന്നോട് ഞാൻ എന്ത് പറയാനാ? രാജാവിനോട് വലിയ വീരവാദമൊക്കെ നടത്തി ഞാൻ. എന്നാൽ ഇപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഞാൻ ഇനി എന്ത് ചെയ്യും? മിങ്കു ഒരു ചാരക്കുരുങ്ങ്. കാട്ടിലെ എല്ലാ മൃഗങ്ങളും സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. കാട്ടിലെ രാജാവായിരുന്ന സിംഹരാജൻ കരുണയുള്ളവനായിരുന്നു. കാട്ടിലെ മൃഗങ്ങളെല്ലാവരും സിംഹരാജന്റെ കാര്യത്തിൽ വളരെ സന്തോഷവാന്മാരായിരുന്നു. സിംഹരാജൻ വലിയ ചെറിയ മൃഗങ്ങൾ എന്ന് വ്യത്യാസം നോക്കാത്ത ആളായിരുന്നു. എല്ലാ മൃഗങ്ങളോടും ഒരുപോലെയായിരുന്നു പെരുമാറിയിരുന്നത്. എന്നാൽ ചില നാളുകളായി കാട്ടിൽ നടക്കുന്ന കാര്യങ്ങളിൽ ദുരൂഹതയുണ്ടായിരുന്നു. എല്ലാ മൃഗങ്ങളും ഏതോ ഒരു രഹസ്യ വഴിയിലൂടെ കാണാതെ പോകുന്നുണ്ടായിരുന്നു. സിംഹരാജൻ ഈ വിഷയം കേട്ടിട്ട് ഒരുപാട് ആശങ്കയിലായിരുന്നു. പലതവണ ശ്രമിച്ചിരുന്നെങ്കിലും ഇതുവരെയും കാട്ടിലെ മൃഗങ്ങളെ ആരാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് സിംഹരാജന് കണ്ടുപിടിക്കാനായില്ല. എന്നാൽ അന്നു മുതൽ ഓരോ ദിവസവും ഓരോ മൃഗം കാണാതെ പോകുന്നുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. സിംഹരാജന്റെ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളെയും സിംഹരാജൻ ഒരു ചർച്ച ചെയ്യുന്നതിനു വേണ്ടി വിളിച്ചു. ഈ മനോഹരമായ കാട്ടിൽ കുറച്ചു ദിവസങ്ങളായി നമ്മുടെ സുഹൃത്തുക്കൾ നിരൂഹതയുടെ കാണാതെയാകുന്നു. ഇതിപ്പോൾ കൂടി വരുന്നു. എത്ര ശ്രമിച്ചിട്ടും സംഭവം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇതിന്റെ പിന്നിൽ എന്ത് രഹസ്യമാണുള്ളത്? ഞാൻ ചിന്തിക്കുന്നത്, നിങ്ങളിൽ ആരാണോ ബുദ്ധിശാലി? അവർ വന്നൊരു ഐഡിയ തരൂ. ഞാനിപ്പോൾ എന്ത് ചെയ്യണം? സിംഹരാജൻ പറഞ്ഞത് കേട്ട് ബ്ലാങ്കി പറഞ്ഞു, കാട്ടിലെ എല്ലാവരും കഷ്ടപ്പെട്ടു കണ്ടുപിടിക്കാനായിട്ട്, പക്ഷെ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എല്ലാവരും ഇത് നമ്മുടെ തലവിധിയാണല്ലോ എന്ന് ആലോചിച്ചാ ഇവിടെ ഇരിക്കുന്നേ. എനിക്ക് തോന്നുന്നത് ഇത് വല്ല പ്രേതത്തിന്റെയോ പിശാചിന്റെയോ പണിയായിരിക്കുമെന്നാ. എല്ലാവരെയും വിളിച്ച് ഞാൻ അഭിപ്രായം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു. ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചോളൂ. സിംഹരാജാവ് അങ്ങനെ പറഞ്ഞതും ബ്ലാങ്കി സിംഹരാജാവിന്റെ അടുത്ത് പോയി നിന്നു. എന്നാൽ ബ്ലാങ്കി പറഞ്ഞത് മിങ്കുവിന് ഇഷ്ടപ്പെട്ടില്ല. മിങ്കു ഒരു കുറുമ്പനായ കുരങ്ങനാണ്. അവന് കാട്ടിലുള്ളവരോട് മര്യാദ കുറവാണ്. ആ സമയത്ത് ദേഷ്യത്തോടെ മിങ്കു സിംഹരാജനോട് പറഞ്ഞു, എനിക്ക് തോന്നുന്നത് ഇതെല്ലാം പ്രേതത്തിന്റെ പണിയല്ല. ഇത് വ്യത്യസ്തമായിട്ടുണ്ട്. എനിക്ക് 2 ദിവസം സമയം തരൂ. 2 ദിവസം കൊണ്ട് എന്താണ് കാര്യമെന്ന് ഞാൻ കണ്ടുപിടിക്കാം മഹാരാജാവേ. ഇതിന് കാരണക്കാരെ ഞാൻ പിടികൂടും. ഒരുപക്ഷെ നീ പറഞ്ഞതുപോലെ നീ ഇങ്ങനെ ചെയ്താൽ നീ എന്റെ രാജ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായി മാറും. നീ ആയിരിക്കും എന്റെ ഇടത് കൈ. എല്ലാവരും പോകൂ. 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്കിവിടെ വരാം. അങ്ങനെ പറഞ്ഞ് മീറ്റിംഗ് അവസാനിപ്പിച്ചു. മിങ്കു മീറ്റിംഗ് എല്ലാം കഴിഞ്ഞതിനു ശേഷം മരത്തിൽ കയറിയിരുന്ന് ആലോചിക്കാൻ തുടങ്ങി. രാജാവിന്റെ മുമ്പിൽ പറയാനുള്ളത് പറഞ്ഞു. പക്ഷേ ഇതെങ്ങനെ പരിഹരിക്കുമെന്നുള്ളതാണ് ആലോചിക്കുന്നത്. എന്തു പറ്റി മിങ്കു? എന്താണ് നീ ആലോചിക്കുന്നത്? നിന്നോട് ഞാൻ എന്ത് പറയാനാ? രാജാവിനോട് വലിയ വീരവാദമൊക്കെ നടത്തി ഞാൻ. എന്നാൽ ഇപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഞാൻ ഇനി എന്ത് ചെയ്യും? ഞാൻ നിന്നോട് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, നിന്നെക്കൊണ്ട് കഴിയാത്ത കാര്യങ്ങളിൽ നീ ഒരിക്കലും തലയിടരുതെന്ന്. നീ തന്നെ പോയി കുഴി കുഴിച്ച് നീ അതിൽ വീണല്ലേ. 2 ദിവസം കഴിഞ്ഞ് രാജാവിനോട് എന്തു പറയും? നീ പറഞ്ഞത് ശരിയാ ചിങ്കി. അങ്ങനെ സംഭവിച്ചാൽ അതിനുശേഷം കുറച്ച് ആപത്ത് തന്നെയാ. അപ്പോൾ മിങ്കുവിന്റെ മനസ്സിലൊരു ഉപായം തോന്നി. അത് ചിങ്കിയോട് പറഞ്ഞു. നിനക്കെന്തുകൊണ്ട് എന്നെ സഹായിച്ചുകൂടാ? നീ എപ്പോഴും ഈ കാട്ടിൽ ചുറ്റിക്കറങ്ങുന്നതല്ലേ. നിനക്ക് വളരെ എളുപ്പത്തിൽ ഇത് കണ്ടെത്താമല്ലോ. നീ എന്താ വിചാരിച്ചിരിക്കുന്നേ? ഞാനിത് കണ്ടുപിടിക്കാൻ ഒരിക്കലും ശ്രമിക്കില്ലെന്നോ? ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എത്ര ശ്രമിച്ചാലും എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. മിങ്കുവും ചിങ്കിയും സംസാരിച്ചിരിക്കുന്നത് മരത്തിന് താഴെ ഇരുന്ന് വൈറ്റിയും ഹരിയും കേൾക്കുന്നുണ്ടായിരുന്നു. വൈറ്റിയും ഹരിയും രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചാ ഉണ്ടാവുക. അവർ രണ്ടുപേരും ഇരുന്ന് ചിരിക്കാൻ തുടങ്ങി. അവർ രണ്ടുപേരും ചിരിക്കുന്നത് കണ്ട് മിങ്കുവിന് ദേഷ്യം വന്ന് അവരോട് പറഞ്ഞു, ഇങ്ങനെ വന്ന് ഒളിച്ചിരുന്ന് കേൾക്കുന്ന ശീലമൊന്നും നിങ്ങളെ വിട്ട് പോയില്ലേ? കഴിഞ്ഞ തവണയും ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് നിങ്ങൾ എന്റെ കൈ കൊണ്ട് നന്നായി അടി വാങ്ങിയത്. എനിക്ക് ഓർമ്മയുണ്ട്, നീ ഞങ്ങളെ 2 പേരെയും നന്നായി അടിച്ചല്ലോ അല്ലേ? എന്നാൽ 2 ദിവസം കഴിഞ്ഞാൽ നാടിന്റെ രാജാവ് എല്ലാവരുടെയും മുൻപിൽ വെച്ച് നിനക്ക് പണി തരും. അപ്പോൾ ഞങ്ങൾ സന്തോഷിക്കും. വൈറ്റി പറഞ്ഞത് കേട്ട് ചിങ്കി വളരെ ദേഷ്യത്തോടെ പറഞ്ഞു, ഇത് കളിയാക്കാൻ പറഞ്ഞതല്ല വൈറ്റി. മിങ്കു എന്തു വേണേലും പറഞ്ഞിട്ടുണ്ടാവും. രാജാവിന്റെ മുമ്പിൽ ഞാനിത് കണ്ടുപിടിക്കുമെന്ന് ധൈര്യത്തോടെ പറഞ്ഞില്ലേ? അത് പറയാൻ പോലുള്ള ധൈര്യം നിങ്ങൾക്ക് 2 പേർക്കും ഇല്ലല്ലോ. ചിങ്കി പറഞ്ഞത് കേട്ട് വൈറ്റിയും ഹരിയും രണ്ടുപേരും നിശബ്ദരായി നിന്നു. മിങ്കു അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു, ഇവിടെ നോക്കൂ, ഞാൻ നിങ്ങളുടെ ശത്രുവല്ല. ഞാൻ എന്റെ കഴിവ് തെളിയിക്കാനാണ് അങ്ങനെയൊക്കെ സംസാരിച്ചു വന്നത്. എന്നാൽ ഞാൻ സത്യത്തിൽ ഇതിന് കാരണം കണ്ടുപിടിക്കാൻ പോകുക. നിങ്ങൾ രണ്ടുപേരും എന്നെ സഹായിച്ചാൽ നന്നാകുമെന്ന് തോന്നുന്നു. ആർക്കറിയാം, അടുത്ത വരിയിൽ നമ്മളും ചിലപ്പോൾ ഉണ്ടെങ്കിലോ.
മിങ്കു പറഞ്ഞത് കേട്ട് വൈറ്റിയും ഹാരിയും ആലോചിക്കാൻ തുടങ്ങി. ഹാരി മിങ്കുവിനോട് പറഞ്ഞു, അതേ വൈറ്റി, മിങ്കു പറഞ്ഞത് ശരിയാ. നാളെ നമ്മൾ 4 പേരിൽ ആരെങ്കിലും ഒരാളെ കാണാതെ പോകുന്നത് നല്ലതല്ല. മിങ്കുവിനെ സഹായിക്കാം. മിങ്കുവിനെ നമ്മളല്ലേ സഹായിക്കേണ്ടത്. ശരി ശരി, ഞങ്ങൾ നിന്നെ സഹായിക്കാം. എന്നാൽ എങ്ങനെ സഹായിക്കും? വൈറ്റി പറഞ്ഞത് കേട്ട് മിങ്കു ആലോചിക്കാൻ തുടങ്ങി. അതിനുശേഷം പറഞ്ഞു, നമ്മുടെ ഏതൊക്കെ വീട്ടിലാണോ ആൾക്കാർ കാണാതെയാകുന്നത് ആ വീട്ടിലേക്കെല്ലാം ആദ്യം പോകണം. അവർ ഏത് സമയത്താണ് കാണാതെ ആയതെന്ന് നമ്മൾ കണ്ടെത്തണം. ഇന്ന് അതാണ് നമ്മളുടെ ആദ്യത്തെ ജോലി. മിങ്കു അങ്ങനെ പറഞ്ഞത് എല്ലാവർക്കും നന്നായി മനസ്സിലായി. അപ്പോൾ തന്നെ എല്ലാവരും ഏതൊക്കെ മൃഗങ്ങളെ കാണാതെ പോയിരുന്നുവോ അവരുടെ വീട്ടിൽ പോയി അന്വേഷിക്കാൻ ആരംഭിച്ചു. അങ്ങനെ അവർ 3 പേരും ദിവസം മൊത്തം അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. സന്ധ്യയായപ്പോൾ എല്ലാവരും മിങ്കുവിന്റെ അടുത്തേക്ക് എത്തി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുകയായിരുന്നു. മിങ്കു അവരെല്ലാവരോടുമായി ചോദിക്കാൻ തുടങ്ങി. ഞങ്ങൾ എല്ലാവരുടെയും വീട്ടിൽ പോയി നോക്കുകയായിരുന്നു. ഞാനും ഒരുപാട് വീട്ടിൽ പോയി ചോദിച്ചു. എല്ലാ മൃഗങ്ങളും വളരെ സങ്കടത്തിലായിരുന്നു. ചിലർ ഈ കാട് വിട്ടു പോകാൻ വരെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാരി വളരെ കാര്യമായിട്ട് ആലോചിക്കുന്നത് മിങ്കു ശ്രദ്ധിച്ചു. നിങ്ങൾ എന്തെങ്കിലും കണ്ടെത്തിയോ? ഞാനും എല്ലാ വീട്ടിലും പോയി ചോദിച്ചു. എനിക്കൊരു കാര്യത്തിൽ നല്ല സംശയമുണ്ട്. എന്ത് കാര്യം? ആരെയൊക്കെ കാണാതെ പോയിട്ടുണ്ടോ അവരെ അവസാനമായി ബ്ലാങ്കിയുടെ കൂടെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ മിങ്കു ആലോചിച്ചു പറഞ്ഞു, അപ്പോൾ ഉറപ്പായും ബ്ലാങ്കിക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കും. ഇന്നത്തെ ദിവസം കഴിഞ്ഞു. നാളെ നമുക്ക് ബ്ലാങ്കി അറിയാതെ അവനെ നിരീക്ഷിക്കണം. ഇത്തവണ ഞാനും നിങ്ങളുടെ കൂടെ വരാം. അടുത്ത ദിവസം മുതൽ എല്ലാവരും ചേർന്ന് ബ്ലാങ്കിയെ പിന്തുടരാൻ ആരംഭിച്ചു. എല്ലാവരും ഒളിഞ്ഞിരുന്ന് നോക്കിയപ്പോൾ മൃഗങ്ങൾ പോകരുതെന്ന് പറഞ്ഞ ഇടത്തിലൂടെ ബ്ലാങ്കി ആരും അറിയാതെ പോകുന്നത് കണ്ടു. ആരും അറിയാതെ പതിയെ അവർ ബ്ലാങ്കിയെ പിന്തുടരാൻ തുടങ്ങി. അപ്പോൾ ബ്ലാങ്കി അവിടെയുള്ളൊരു മരത്തിന്റെ ചുവട്ടിൽ പോയി നിന്നു. അതിനുശേഷം എന്തോ ഒരു വ്യത്യസ്തമായ ശബ്ദം പുറപ്പെടുവിച്ചു. അപ്പോൾ പെട്ടെന്ന് മരത്തിന്റെ മുകളിൽ നിന്നൊരു വേട്ടക്കാരൻ ബ്ലാങ്കിയെ കണ്ടതും അതിന്റെ മുന്നിലേക്ക് എടുത്തു ചാടി. 3 ദിവസമായി നീ എനിക്ക് വാക്കു തന്നതാ. ദിവസവും ഒരു മൃഗത്തെ കൂട്ടിക്കൊണ്ടുവരാമെന്ന്. അതിനു പകരം വേവിച്ച് ഇറച്ചി ഞാൻ തരാമെന്നും പറഞ്ഞു. ഞാൻ മാത്രം എന്ത് ചെയ്യാനാ? എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. നിനക്കൊരു കാര്യം അറിയോ? സിംഹരാജൻ അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നെക്കുറിച്ച് അറിയുമെന്ന് പേടിയുണ്ട്. ഇനി ഒരു ദിവസം കൂടിയുള്ളൂ. അതിനുശേഷം ഈ ഡീൽ അങ്ങ് തീരും. വേവിച്ച് ഇറച്ചി ഇതാ. ബ്ലാങ്കി വേവിച്ച ഇറച്ചി കഷ്ണം എടുത്ത് കഴിക്കാൻ തുടങ്ങി. മിങ്കുവും കൂടെയുള്ള എല്ലാവരും ആ കാഴ്ച കണ്ടു. അടുത്ത ദിവസം സിംഹരാജന്റെ സഭയിലേക്ക് മിങ്കു സന്തോഷത്തോടെ പോയി. മിങ്കു, നീ ഇപ്പോൾ എന്താണ് കണ്ടെത്തിയത്? മഹാരാജാവേ, ആ കുറ്റവാളി മറ്റാരുമല്ല, നമ്മളിൽ ഒരാളാണ്. അവൾ വേവിച്ച് ഇറച്ചിക്ക് വേണ്ടി നഗരത്തിലുള്ള വേട്ടക്കാരനുമായി ഡീൽ വെച്ചു. അത് വേറെ ആരുമല്ല, അത് ബ്ലാങ്കിയാണ്. ഞാനും എന്റെ ഫ്രണ്ട്സും ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാ. മിങ്കു പറഞ്ഞത് കേട്ട് ബ്ലാങ്കി വളരെ ഭയന്നുപോയി. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അപ്പോൾ സിംഹരാജൻ അവനെ പിടിക്കാൻ വേണ്ടി ഉത്തരവിട്ടു. കുറച്ചു സമയം കഴിഞ്ഞ് ബ്ലാങ്കിയെ പിടിച്ചു കെട്ടി കൊണ്ടുവന്നു. നീ ഓടിപ്പോയത് കാണുമ്പോൾ ഇതെല്ലാം ചെയ്തത് നീയാണെന്ന് എനിക്ക് മനസ്സിലായി. കുറച്ചു ഭക്ഷണത്തിനു വേണ്ടി നമ്മുടെ കാട്ടുമൃഗങ്ങളെ വേട്ടയ്ക്ക് വിടുന്നു. ഒരുപാട് ആൾക്കാരെ നീ ആ വേട്ടക്കാരന്റെ അടുത്ത് എത്തിച്ചു. അറിയില്ലല്ലോ ആ മൃഗങ്ങളെയൊക്കെ ആ വേട്ടക്കാരൻ എന്ത് ചെയ്തിരിക്കുമെന്ന്. നീ ഇനി ജീവനോടെ ഇരിക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞ സിംഹരാജൻ ബ്ലാങ്കിയെ ആക്രമിക്കാൻ വന്നു. അതിനുശേഷം എല്ലാവരും ആ വേട്ടക്കാരൻ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് മിങ്കു പറഞ്ഞതുപോലെ പോയി. അതിനുശേഷം എല്ലാ മൃഗങ്ങളും ചേർന്ന് എല്ലാ വേട്ടക്കാരെയും അവിടെ നിന്ന് ഓടിച്ചു. അതിനുശേഷം ഒരു വേട്ടക്കാരൻ പോലും ആ കാട്ടിലേക്ക് വന്നിട്ടേയില്ല. ചേച്ചി, ഈ അണ്ണാരക്കണ്ണന്റെ കുടുംബം എല്ലാരെയും വെറുപ്പിക്കുന്നുണ്ട്. അവരെല്ലാവരെയും സഹായിക്കും. അതുകൊണ്ട് എല്ലാവർക്കും അവരെ ഇഷ്ടമാണ്. ഞാനൊരു മയില, എന്നാലും എന്നെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. നീ പറഞ്ഞത് ശരിയാണ്. നമുക്ക് 2 പേർക്കും ചേർന്ന് അവരുടെ കുടുംബം നശിപ്പിക്കാം. ഈ കഥ ഉത്തരാഖണ്ഡിലെ ഒരു കാടിൻ്റെതാണ്. അവിടെ ഒരു അണ്ണാരക്കണ്ണന്റെ കുടുംബം ഉണ്ടായിരുന്നു. അത് വളരെ നല്ല കുടുംബമാണ്. അവർ കാട്ടിൽ ജീവിക്കുന്ന എല്ലാ മൃഗങ്ങളെയും സഹായിക്കുമായിരുന്നു. പ്രശ്നമെന്നെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എല്ലാ കുടുംബങ്ങളും അണ്ണാരക്കണ്ണനെ തേടിയാണ് വരിക. ഇവരുടെ നന്മ കണ്ട് ചില മൃഗങ്ങൾ അസൂയപ്പെട്ട് അവർക്ക് ശത്രുക്കളായി മാറി. ഒരു ദിവസം കുഞ്ഞ് അണ്ണാരക്കണ്ണൻ അവരുടെ അച്ഛനമ്മയോട് ഇങ്ങനെ പറഞ്ഞു: അമ്മേ, അച്ഛ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കണം. എന്താ നിനക്ക് കേൾക്കേണ്ടത് പറമോനെ? നമ്മൾ എല്ലാവരെയും ഇപ്പൊ തൊട്ടാണ് സഹായിക്കാൻ തുടങ്ങിയത്.
ഞാൻ പറയാൻ വരുന്നത്, നിങ്ങൾ രണ്ടുപേരും എപ്പോ തൊട്ടാണ് സഹായിക്കാൻ തുടങ്ങിയത്? മോനെ, നിന്റെ അച്ഛന് ഇതിനൊരു കഥയുണ്ട്. അമ്മേ, വേഗം ആ കഥ എനിക്ക് പറഞ്ഞതാ അമ്മേ. മോനെ, ഒരുപാട് ദിവസം മുന്നേ നടന്ന കാര്യമാ. നിന്റെ അച്ഛൻ എവിടുന്നോ തിരിച്ച് വീട്ടിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ എവിടെയോ തട്ടിയത് കൊണ്ട് അദ്ദേഹത്തിന്റെ കാലൊടിഞ്ഞു പോയി. അന്ന് അദ്ദേഹത്തിന് വീട്ടിലേക്ക് നടന്നു പോലും വരാൻ കഴിഞ്ഞില്ല. അതെ അമ്മേ, പിന്നെ എന്ത് സംഭവിച്ചമ്മേ? അപ്പോ നിന്റെ അച്ഛൻ എല്ലാവരോടും സഹായം ചോദിച്ചു. പക്ഷെ ആരും അദ്ദേഹത്തെ സഹായിച്ചില്ല. അദ്ദേഹം വേദനയിൽ പിടഞ്ഞുകൊണ്ടിരുന്നു. അത്ര തന്നെ ഞങ്ങൾ അന്നേ തീരുമാനിച്ചു, ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ആവശ്യം വന്നാൽ ഞങ്ങൾ തീർച്ചയായും അവർക്ക് പറ്റുന്ന സഹായം ചെയ്യണമെന്ന്. അങ്ങനെ അന്നു മുതൽ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കാൻ തുടങ്ങി. പക്ഷെ അമ്മേ, ചില ആളുകൾ വളരെ മോശ സ്വഭാവമാണല്ലേ? ആരെങ്കിലും വേദനയിലുള്ളപ്പോൾ അവരെ സഹായിക്കാതെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അതെടാ മോനെ, എല്ലാവർക്കും അവരവരുടെ പണിയാണ് വലുത്. ഒരുപാട് പേർക്ക് സ്വാർത്ഥതയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരെയും സഹായിക്കുന്നത്. അങ്ങനെ അന്നു മുതൽ ഞങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ തുടങ്ങി. ആരെങ്കിലും അനാഥ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛൻ അവരെ കൂടെ നിർത്തും. അവരെ സ്വന്തം കുട്ടികളെ പോലെ തന്നെ കാണും. ഇത് വളരെ നല്ല കാര്യമാണല്ലോ അച്ഛൻ അനാഥ കുട്ടികളെ കൂടെ നിർത്തുന്നത്. ഇനി അവർക്ക് ഒറ്റയ്ക്കിരിക്കേണ്ട ആവശ്യമേ ഇല്ല. അല്ലെങ്കിൽ ഇത്ര ചെറിയ പ്രായത്തിൽ പാവം ആ കുട്ടികൾ എന്ത് ചെയ്തിരിക്കും? ഏതെങ്കിലും വലിയ മൃഗം അവരെ വേട്ടയാടിയിട്ടുണ്ടാകും. അതേടാ മോനെ, നീയും വലുതായ നിന്റെ അച്ഛനെ പോലെ തന്നെ ആവണം. എല്ലാവരെയും സഹായിക്കണം. ഒരു ദിവസം താറാവുകൾക്ക് കഴിക്കാൻ ഒന്നുമില്ലാതായിരുന്നു. അതുകൊണ്ട് അവർ ഭക്ഷണം ചോദിക്കാൻ അണ്ണാരക്കണ്ണന്റെ വീട്ടിൽ വന്നു. അണ്ണാരക്കണ്ണന്റെ അമ്മേ, ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണം തീർന്നു പോയി. അതുമല്ലാതെ ഞങ്ങൾ ഇപ്പൊ സുഖമില്ലാതായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനേ കഴിഞ്ഞില്ല. ദയവ് ചെയ്ത് ഞങ്ങൾക്ക് കുറച്ച് ഭക്ഷണം തരുമോ? അപ്പൊ അണ്ണാരക്കണ്ണന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു, ഗിലിഗിലി താറാവേ, ഞങ്ങൾ തീർച്ചയായും നിന്നെ സഹായിക്കും. താറാവുകൾ വളരെ സന്തോഷത്തോടെ ആ ഭക്ഷണം എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നു. ആ കാടിനുള്ളിൽ നല്ല മൃഗങ്ങളോടൊപ്പം തന്നെ മോശമായ മൃഗങ്ങളും ഉണ്ടായിരുന്നു. അവർ അണ്ണാരക്കണ്ണന്റെ കുടുംബം നോക്കി അസൂയപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ അസൂയപ്പെടുന്ന മൃഗങ്ങളിൽ ഒരു പൂച്ചയും മയിലും ഉണ്ടായിരുന്നു. അവരുടെ പേര് നാട്ടി പിന്നെ ടിക്ലി. രണ്ടുപേർക്കും അണ്ണാരക്കണ്ണന്റെ കുടുംബം ഇഷ്ടമേ അല്ല. അതുകൊണ്ട് അവർക്കെതിരെ ഒരു ചതിക്കുഴി പ്ലാൻ ചെയ്തു. ചേച്ചി, ഈ അണ്ണാരക്കണ്ണന്റെ കുടുംബം എല്ലാരെയും വെറുപ്പിക്കുന്നുണ്ട്. അവരെല്ലാവരെയും സഹായിക്കും. അതുകൊണ്ട് എല്ലാവർക്കും അവരെ ഇഷ്ടമാണ്. ഞാനൊരു മയില, എന്നാലും എന്നെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. നീ പറഞ്ഞത് ശരിയാണ്. നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് അവരുടെ കുടുംബം നശിപ്പിക്കാം. അത് കഴിഞ്ഞ ഒരു ദിവസം കുഞ്ഞു അണ്ണാരക്കണ്ണൻ കളിക്കാനായി പോയപ്പോൾ അവരുടെ അച്ഛനമ്മ വീട്ടിലായിരുന്നു. ആ സമയം നോക്കി നാട്ടിൽ പൂച്ചയും പിന്നെ ടിക്ലി മയിലും ചേർന്ന് അവരെ ആക്രമിച്ചു കളഞ്ഞു. ഒന്ന് അച്ഛനെയും പിന്നൊന്ന് അമ്മയെയും ആക്രമിച്ചു. പിന്നെ അവരെ ശ്വാസം മുട്ടിച്ച് കൊന്നു കളഞ്ഞു. അത് കഴിഞ്ഞ് അവർ അവിടുന്ന് പുറപ്പെട്ടു. കുഞ്ഞണ്ണാരക്കണ്ണൻ വീട്ടിൽ എത്തിയതും അവരുടെ അച്ഛനമ്മയുടെ അവസ്ഥ കണ്ട് അവരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അമ്മേ, അച്ഛ, എഴുന്നേക്കൂ. എന്തു പറ്റി നിങ്ങൾക്ക്? ഇത്ര നേരം കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഈ കാട്ടിൽ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ? എന്നാലും ആരാ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? കുഞ്ഞണ്ണാരക്കണ്ണൻ കരഞ്ഞു. അത് കഴിഞ്ഞ അച്ഛനമ്മ മരിച്ച കാര്യം അറിഞ്ഞ് ആ കാട്ടിലെ മറ്റുള്ള മൃഗങ്ങളെല്ലാവരും കുഞ്ഞു അണ്ണാരക്കണ്ണനെ ആശ്വസിപ്പിച്ചു. ബോണി പറവ, കാലു കാക്ക പിന്നെ കുറുമ്പൻ കുരങ്ങൻ ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞണ്ണാരക്കണ്ണ, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? ഈ കാട്ടിലുള്ള അണ്ണാരക്കണ്ണന്റെ മഹാറാണിയെയും മഹാരാജാവിനെയും ആരാണ് കൊന്നത്? എന്റെ മോനെ, നീ ഇത്ര ചെറുപ്പത്തിൽ അനാഥയായി പോയല്ലോ. ബോണി പറവ കരയാൻ തുടങ്ങി. അപ്പോഴാണ് കുറുമ്പൻ കുരങ്ങൻ പറഞ്ഞത്, എനിക്ക് തോന്നുന്നത് ഇത് ചെയ്തത് ആ പൂച്ചയും മയിലുമാണെന്നാ. കാരണം ഈ കാട്ടിൽ അവർ രണ്ടുപേരും മാത്രമാണ് അണ്ണാറക്കണ്ണന്മാരോട് ഇങ്ങനെ ചെയ്യുന്നത്.
അവർ തന്നെ ആയിരിക്കും ഇവരെ കൊന്നത്. ആ അതെ, എല്ലാവരും ചേർന്ന് അവരെ ഒരു പാഠം പഠിപ്പിക്കാം. പിന്നെ എല്ലാ മൃഗങ്ങളും നാട്ടിയെയും ടിക്ലിയെയും കാട്ടിൽ അന്വേഷിക്കാൻ തുടങ്ങിയിരുന്നു. നാട്ടിയും ടിക്ലിയും ഒരു ഗുഹയിൽ ഒളിഞ്ഞിരുന്നു. കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും അവരെ അന്വേഷിച്ചാണ് വരുന്നതെന്ന് അവർക്ക് നന്നായി മനസ്സിലായി. ടിങ്ക്ലി, നമ്മൾ ആ അണ്ണാരക്കണ്ണിനെ കൊന്ന കാര്യം എല്ലാവരും അറിഞ്ഞെന്നാ തോന്നുന്നേ. നമ്മളാണ് കുഞ്ഞണ്ണാരക്കണ്ണിനെ അനാഥയാക്കിയെന്ന് എല്ലാവരും നമ്മളെ കൊല്ലാനായി വരുന്നുണ്ട്. അതി, നീ പറഞ്ഞത് ശരിയാ. വാ, നമുക്ക് ഈ കാട്ടിൽ നിന്ന് ഓടിപ്പോകാം. അവർ രണ്ടുപേരും ഓടിപ്പോകാൻ ശ്രമിച്ചപ്പോൾ ശരിയായ സമയത്ത് എല്ലാ മൃഗങ്ങളും ആ ഗുഹയിൽ വന്നു. അപ്പൊ അവർക്ക് ഓടിപ്പോകാനേ കഴിഞ്ഞില്ല. കറുത്ത കാക്കേ, ഇവരെ നന്നായി കൊത്തി കൊത്തി നല്ല ഒരു ശിക്ഷ കൊടുക്ക്. എല്ലാവരും അവരെ കൊല്ലാനായി ശ്രമിച്ചപ്പോൾ കുഞ്ഞണ്ണാരക്കണ്ണന് ഇത് ശരിയായി തോന്നിയില്ല. ആ കുഞ്ഞണ്ണാരക്കണ്ണൻ എല്ലാവരോടും പറഞ്ഞു, ഇല്ല, ഇവരെന്റെ അച്ഛനമ്മയെ കൊന്നു എന്ന് കരുതി ഞാൻ ഇവരെ കൊന്ന പ്രതികാരം വീട്ടില്ല. എന്റെ അച്ഛനമ്മ എല്ലാരും സഹായിക്കാനാണ് കരുതിയത്. ഞാൻ ഇവര് കാരണമാണ് അനാഥയായത്. ഞാൻ ചെയ്ത പോലെ ഞാൻ ഇവരോട് ചെയ്താൽ പിന്നെ ഇവർക്കും എനിക്കും എന്ത് വ്യത്യാസമുണ്ടാകും? കുഞ്ഞണ്ണാരക്കണ്ണ, ഞങ്ങളോട് ക്ഷമിക്കേ. ഞങ്ങൾ നിന്റെ അച്ഛനമ്മയെ കൊന്ന് ഒരു വലിയ പാപം ചെയ്തു. അതെ, ഞങ്ങളോട് ക്ഷമിക്കൂ. ഞങ്ങൾക്ക് അവരെ കാണുമ്പോൾ അസൂയ തോന്നിയിരുന്നു. എന്തെന്നാൽ അവരെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു വലിയ പാപം ചെയ്തു. കുഞ്ഞണ്ണാരക്കണ്ണൻ അവരോട് ക്ഷമിച്ചു. അവൾ അനാഥയായിരുന്നു. പക്ഷെ അവളുടെ അച്ഛനമ്മ പറഞ്ഞു കൊടുത്ത കാര്യം അവൾക്ക് ഓർമ്മയിലുണ്ട്. പിന്നെ കുഞ്ഞനിൽ ബോണി പറവയോടൊപ്പം ഇരുന്നു. ബോണി പറവ അവളെ നന്നായി നോക്കി. കുഞ്ഞണ്ണാരക്കണ്ണനും അവരുടെ അച്ഛനമ്മയെ പോലെ എല്ലാവരെയും സഹായിച്ചു. ഈ കഥയിലൂടെ നമ്മൾ എന്തുപാടെ പഠിച്ചു എന്നോ? തെറ്റുകാർക്ക് നമ്മൾ തെറ്റ് ചെയ്യരുത്. തെറ്റ് ചെയ്യുന്നവരെ പരിഹരിക്കാൻ എത്രയോ മാർഗമുണ്ട്. മോശമായവർക്ക് നമ്മൾ മോശമായി ചെയ്താൽ പിന്നെ അവർക്ക് നമുക്ക് വ്യത്യാസമുണ്ടാകില്ല. ഈ ഒരു വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.